ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഷനു സാമുവേൽ അടൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ മോർണിംഗ് വോയിസിന്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഹൃദയംഗമായി അറിയിക്കട്ടെ. എല്ലാ ദിവസവും തുടർച്ചയായി ചുരുങ്ങിയ നിമിഷങ്ങൾ ദൈവവചനം കേൾക്കുവാൻ മോർണിംഗ് വോയിസിലൂടെ അനേകർക്കിടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിന് കാരണം ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും മനുഷ്യനാവശ്യമായതാണ് ദൈവത്തിന്റെ വചനം. ആ ദൈവവചനം എത്രമാത്രം കേൾക്കുന്നുവോ അത്രത്തോളം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. ഈ വചനവും അനുഗ്രഹത്തിന് കാരണമാകട്ടെ. 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങളീ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. ഒരു പദമാണ് അവിടുന്ന് അടർത്തിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു. നമുക്കറിയാം, ദൈവം തന്റെ മക്കളെ വിളിച്ച് ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഈ ലോകത്തിലുള്ളത് മുഴുവൻ ദൈവ സൃഷ്ടിയാണ്. എന്നാൽ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചതാണ്. അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ പാപം ചെയ്ത് ദൈവകൃപ വിട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ കൃപയാൽ ദൈവം മടക്കിക്കൊണ്ടുവരികയാണ്. പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ പാപത്തിൽ നിന്ന്, പാപം സംബന്ധമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അങ്ങനെ മടക്കി കൊണ്ടുവന്നവരെ കുറിച്ച് പറയുകയാണ്: നിങ്ങളെ കൊണ്ടുവന്ന് ഈ ദൈവകൃപയിലാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ നിലനിൽക്കുന്നതിന്റെ കാരണം ദൈവകൃപയാണ്. ആ വാക്യം അതാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയാലാണ്. നാം എത്ര പേരിത് ചിന്തിക്കുന്നുണ്ട്? ഞാനും നിങ്ങളും നിൽക്കുന്നത് ദൈവകൃപയാലാണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട് നാം ചെയ്തു, അല്ലെ ഞാൻ ചെയ്തു, ഞാൻ അത്രയും അധ്വാനിച്ചത് കൊണ്ട് ഇത്രയും സാധിച്ചു, ഞാൻ അത്രയും കഷ്ടപ്പെട്ടത് കൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു എന്നൊക്കെ പലപ്പോഴും അവകാശപ്പെടാറുണ്ട്. എന്നാൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ പലപ്പോഴും നമ്മൾ മറന്നുപോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വളരെ സ്പഷ്ടമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്: ഞാനും നിങ്ങളും നിൽക്കുന്നത് ദൈവകൃപയാലാണ്. ദൈവത്തിന്റെ സത്യകൃപയാലാണ് ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുന്നത്. പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഭാരങ്ങളുടെയും വൈതരണികളുടെയും നടുവിൽ ഞാനും നിങ്ങളും നിലനിൽക്കുന്നതിന്റെ ഏക കാരണം നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപയാണ്. നാം ഒരുപക്ഷെ അത് മറന്നുപോകാറുണ്ടെങ്കിലും ആ കൃപമേൽ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞ ദൈവം നമ്മെ നിലനിർത്തുകയാണ്. നമുക്കത് ചിന്തിക്കുവാനായിട്ട് കഴിയണം. അതാ ദൈവവചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ വാക്യത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവും അത് തന്നെയാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. നാം മറന്നുപോയൊരു കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. ഞാനിത് ഓർക്കുകയാണ് എന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടും. നമ്മളൊക്കെ നിൽക്കുന്നത് അങ്ങനെയല്ലേ? ദൈവത്തിന്റെ ധാരാളമായ കൃപയാണ്. ആ ദൈവകൃപയില്ലെങ്കിൽ ഈ ദുഷ്ടലോകത്ത് നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. ആ ദൈവകൃപയില്ലെങ്കിൽ ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമുക്കറിയാം, നമുക്ക് അനുകൂലമായതൊന്നും ഈ ലോകത്തിലില്ല. എന്നും പ്രതിസന്ധികളാണ്. നമ്മുടെ ശരീരം തന്നെ പലപ്പോഴും നമുക്കെതിരാണ്. ശരിയല്ലേ? നമ്മുടെ ജീവിതം നമുക്കെതിരാണ്. പ്രകൃതി പലപ്പോഴും എതിരായി തീരാറുണ്ട്. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്കെതിരായി തീരാറുണ്ട്. നാം ഏറ്റവും സ്നേഹിക്കുന്ന പലതും നമുക്കെതിരാകാറുണ്ട്. നാം ഏറ്റവും ബഹുമാനിക്കുന്നവർ പോലും നമുക്കെതിരായി തീരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ പലതും നമുക്കെതിരായി മാറുമ്പോൾ നമ്മെ നിലനിർത്തുന്നത് ദൈവകൃപയാണ്. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മെ നിലനിർത്തുന്ന ഒരു ദൈവകൃപ.
അത് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയണം. പാട്ടുകാരൻ അങ്ങനെ പാടിയിട്ടുണ്ട്. ഒരു പാട്ട് നമുക്കറിയാം, ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളെ നിലനിർത്തുന്നത് ഈ ദൈവകൃപയാണ്. കൃപമേൽ കൃപ, ആ ദൈവകൃപയാണ് അനുദിനം നമ്മെ സഹായിക്കുന്നത്. നാം രാത്രി കിടന്നുറങ്ങി രാവിലെ നാം എഴുന്നേൽക്കുന്നത് ദൈവകൃപയാലാണ്. പകല് നാം ജോലിയും മറ്റു കാര്യങ്ങളും, യാത്രയും വാഹനം ഓടിക്കുവാനും മറ്റു കാര്യങ്ങൾക്കും പഠനത്തിനായിട്ടും എല്ലാ കാര്യങ്ങൾക്കും നാം ഇറങ്ങി. നാം ഇങ്ങനെ നെടുകയും കുടുകയും യാത്ര ചെയ്യുമ്പോൾ നമ്മെ സംരക്ഷിക്കുന്നത് ദൈവകൃപയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ നിലനിർത്തുന്നത് ആ ദൈവകൃപയാണ്. നാം മടങ്ങി ഭവനത്ത് വരുവോളം നമ്മെ സൂക്ഷിക്കുന്നത് ആ ദൈവകൃപയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും, നമ്മുടെ ഉപജീവന കാര്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും നാം അറിയാതെ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ, ആ ദൈവകൃപയാണ് എന്നെയും നിങ്ങളെയും നിലനിർത്തിയിരിക്കുന്നത്. മറന്നുപോകരുത്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ദൈവത്തിന്റെ സത്യകൃപയാലാകുന്നു നിങ്ങൾ ഈ നിൽക്കുന്നത്. ശരിയല്ലേ? നമുക്കങ്ങനെ പറയാൻ കഴിയണം. ഞാൻ നിൽക്കുന്നത് ദൈവകൃപയാലാണ്. ദൈവത്തിന് സ്തോത്രം. ആ കൃപയാലാണ് നാം ജീവിക്കുന്നത്. നമ്മെ നിലനിർത്തുന്ന ദൈവത്തിന്റെ ധാരാളമായ കൃപ നാം മറന്നുപോകരുത്. നാം നന്ദിയുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ മേൽ ചൊരിഞ്ഞ അപ്രമേയമായ ദൈവകൃപ, നാം ആ കൃപ വിട്ടു പോയവരാണ്. ദൈവമഹത്വം വിട്ട് നാം അകന്നു പോയവരാണ്. പാപനിമിത്തം ദൈവത്തിൽ നിന്ന് ദൂരവേ പോയവരാണ്. നമ്മെ മടക്കി കൊണ്ടുവന്ന ദൈവകൃപ, നമ്മെ സ്നേഹിച്ച് നിലനിർത്തുന്ന ദൈവകൃപ, ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കാം. ആ കൃപയിലേക്ക് വരാത്തവരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആ ദൈവകൃപ നമ്മെ നിലനിർത്താൻ നമുക്ക് മടങ്ങി വരാം. ദൈവം നമ്മെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവമക്കളായ നമുക്ക് ആ കൃപമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് അനുദിനം ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കൃപയാൽ ഞങ്ങൾ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ദൈവകൃപ അവിടുന്ന് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ അവിടുന്ന് വഴി നടത്തുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ ദൈവകൃപ ധാരാളമായി അനുഭവിച്ചുകൊണ്ട് ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിലും മുമ്പോട്ട് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. അവിടുന്ന് അനുദിനം കൃപമേൽ കൃപ ചൊരിഞ്ഞ് ഞങ്ങളെ വഴി നടത്തി പരിപാലിക്കുന്നു. ഞങ്ങളുടെ കൈ പിടിച്ച് ഞങ്ങളെ നടത്തുന്നു. വീഴാതെ വണ്ണം ദൈവകൃപയാൽ ഞങ്ങളെ താങ്ങുന്നു. നന്ദിയോടെ അങ്ങേ സ്തുതിക്കട്ടെ. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. അടിയങ്ങളെ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവകൃപയുടെ മഹത്വം മനസ്സിലാക്കി നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.